ഞാൻ അന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പുസ്തകം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. കാരണം എൻ്റെ ഒരു മനസ്സിൽ അന്നത്തെ എൻ്റെ ഒരു ചിന്ത വെച്ച് ഞാനിത് ഐസ് പാക്കൊക്കെ പിടിച്ച് എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് ഒരുപാട് വേദനിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഞാനത് അതിൽ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞ് അബ്ദുള്ളഖാന്റെ മെസ്സേജ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അബ്ദുള്ളഖ എന്നെ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ അബ്ദുള്ളഖാന്റെ ബാക്കിയുള്ള മെസ്സേജുകൾ കണ്ട് ഞാൻ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ, ഞാൻ ആ പറഞ്ഞതിനോട് എനിക്ക് സത്യത്തിൽ എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നിപ്പോയി എന്നുള്ളതാണ്. അതെ, അതിനേക്കാൾ വലിയൊരു പ്രയാസമാണ്. കുഞ്ഞ് അബ്ദുള്ളഖ എന്ന് പറയുന്നത് 33 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ ജീപ്പിന്റെ മുകളിലേക്ക് ഒരു മരം മറിഞ്ഞ് വീണ് അദ്ദേഹം കഴുത്തിന് താഴെ പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഇളകാത്ത വിരലുകൾക്കിടയിൽ പേന വെച്ചിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയത് 2 പുസ്തകങ്ങളാണ്. ഞാൻ ആകെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം എഴുതിയത് അതെ. അപ്പൊ അദ്ദേഹം എനിക്ക് അയച്ചു തരാണ്. ഇപ്പൊ നമുക്ക് ആലോചിച്ച്, എനിക്കറിയാം എന്റെ കൈവിരല്, നമുക്ക് അതിന്റെ ഇടയിൽ ഒരു പേന പിടിക്കാനുള്ള ഒരു പ്രയാസം എന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതൽ അത് അറിയാൻ പറ്റും. അപ്പം അദ്ദേഹം എനിക്കത് അയച്ചു തരാണ്. അതായത് ഈ 2 പേന വെച്ച് അത് മൂടി വായിൽ പേന തിരികി എടുത്ത്, അദ്ദേഹം പറയണം, ആദ്യമൊക്കെ ഒരു പേജിൽ അദ്ദേഹം ആദ്യത്തെ അക്ഷരമൊക്കെ എഴുതി ഒരു പേജ് നിറയെ ഉണ്ടാവും അല്ലെ, നമ്മളൊരു വിരല്. പിന്നീട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായ കയ്യെഴുത്ത്, അതൊക്കെ എനിക്ക് അയച്ചു തരാണ്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം കിടന്നുകൊണ്ട് മെസ്സേജ് ടൈപ്പാണ് ചെയ്യാം. അപ്പൊ ടൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അൽഹംദുലില്ലാ, ഞാനൊക്കെ എന്തവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഞാൻ കടന്നുപോയതൊന്നും ഒരു പ്രയാസമേ ആയിരുന്നില്ല. ഞാൻ അൽഹംദുലില്ലാ ഞാൻ തിരിച്ചതിലേക്ക് വന്നു. ഇന്നും കുഞ്ഞ് അബ്ദുള്ളക്ക ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഈ അടുത്താണ് വായിക്കുന്നത്. അദ്ദേഹത്തെ അറിയാം, ആ ഒരു പുസ്തകം അത്ഭുത ഗോപുരം എന്നുള്ള പുസ്തകം. ആ പുസ്തകം ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹങ്ങളും പല മനുഷ്യർക്കും അതൊരു സ്വപ്നമാണ്. കുഞ്ഞ് അബ്ദുള്ളക്കായ പോലുള്ള മനുഷ്യർക്ക് അതൊരു സ്വപ്നമാണ്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ന് ഒരുപാട് അദ്ദേഹത്തെ പോലുള്ള രോഗികൾക്ക് ശരിക്കും ഒരു ആശ്വാസ വാക്കാണ് അദ്ദേഹം.